ഹലോ, ഇന്നിപ്പോ ഞങ്ങള് ഒരു പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അമ്പലത്തിൽ വെക്കുന്ന മാതിരി എന്ത് പായസം വെക്കുന്നത്? നെയ് പായസം. അതിന്ന് ജയന്റെ അമ്മയാണ് കുക്കിങ്. ജയന്റെ അമ്മയുടെ നെയ് പായസം നല്ല സ്വാദാണ് കഴിക്കാൻ. അപ്പൊ കൊറേ ദിവസമായി ഞങ്ങള് വെക്കണം എന്ന് വിചാരിക്കണം. ഇപ്പൊ ജയന്റെ അമ്മ നാളെ പോവും. അപ്പൊ അന്നിപ്പോ പാലക്കാടല്ല, അതെ നെയ് പായസം. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. ആദ്യം ഈ ഒരു ഗ്ലാസ് അരി എടുക്കാം. ഇത് ശരിക്കും പച്ചരി ഉണക്കലരി വേണ്ടത്. പക്ഷെ ഇവിടെ നിന്ന് പച്ചരി പച്ചരി ഒരു ഗ്ലാസ് പച്ചരി. നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇത് കഴുകിട്ടാം. ഒന്നുമില്ല, വെള്ളത്തിന് അളവൊന്നുമില്ല. വേവാണല്ലോ, വെള്ളം വെക്കുക. ഉണ്ടാവും, കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. പെട്ടെന്നാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ വെക്കാം. ചിലപ്പോ ഇങ്ങനെ കുഴയും, അത് അരിയുടെ ഇത് മരിയിട്ട് ചിലപ്പോ കുഴഞ്ഞു ഒരുപാട് കുഴഞ്ഞാൽ നന്നല്ലോ. ഇത്തിരി അങ്ങനെ കിടക്കണം. ഉണ്ടാവും. തിളച്ച അരിയിട്ട് എത്ര പേരാകുന്ന നമ്മള് കഴിക്കണം. പെട്ടെന്ന് കട്ടയും. അതന്നെ. അപ്പൊ നമ്മള് ശർക്കര ഉരുക്കൂലോ, അപ്പൊ ഇത്തിരി നല്ലോണം വെള്ളത്തിൽ ഉരുക്കിയാ മതി. അതെ, ടേസ്റ്റും ഇല്ല. അപ്പൊ ഇനി ശർക്കര ഉരുക്കുക. നല്ല തിളച്ചു കിട്ടോ വെള്ളം, എന്നിട്ടാണ് അരി ഇടുന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ പശയാവാതിരിക്കാൻ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒട്ടില്ല. അതായത് പച്ചരി അല്ലേ, പെട്ടെന്ന് അങ്ങനെ പശയുള്ള മാതിരി ഉള്ളതാണ്. അപ്പൊ നമ്മളത് തിളച്ച വെള്ളത്തിലിട്ടാൽ അങ്ങനെ പശ മാതിരി ഉണ്ടാവില്ല. ഇത് നന്നായി വേവട്ടെ. 3/4 കിലോളം ഉണ്ട് കേട്ടോ ശർക്കര. അപ്പൊ ഇത് ഒരു ഗ്ലാസ് അരിക്ക് എത്ര ശർക്കര വേണം? ഇതിപ്പോ 3/4 കിലോ ആണ്. നല്ല മധുരം ആണ് വേണമെങ്കിൽ 1 കിലോ, ഒരു ഗ്ലാസ്സിന് ഒരു നാഴിക്ക് ഒരു കിലോ ശർക്കര എന്നുള്ള അളവിലാണ്. കുറച്ച് നല്ലോണം വെള്ളം വെക്കുക. അപ്പൊ നമുക്ക് പായസം അരി വേവുമ്പോഴേക്കും ശർക്കര വെക്കാം. ഇതിലിനി നമ്മൾ എന്തൊക്കെയാ ഇടുക? വേറെ ഒന്നും ഏലക്കായ ഏലക്കായ ഇടാം. പിന്നെ മുന്തിരിങ്ങ വേണമെങ്കിൽ നാളികേര കൊത്ത് നെയ്യിലും. അതൊന്നും പിന്നെ ഇവർക്ക് ഇഷ്ടമല്ല, മാധവനൊന്നും ഇഷ്ടമല്ല. സാധാ നമ്മള് അമ്പലത്തില് വെക്കുന്ന കടുംപായസം എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ഗ്ലാസ് അരിക്ക് 1 കിലോ ശർക്കര. പിന്നെ അതില് നമ്മള് കൽക്കണ്ടം നല്ലോണം വേവില്ല, കടിക്കണ മാതിരി. ഇതിപ്പോ അങ്ങനെയല്ല, ഇതിലൊരു സോഫ്റ്റ് ആവും. ഇത് നന്നായി വേവിക്കണം. ഉണക്കലരിയാണെങ്കിൽ നല്ല. ഒക്കെ കൊണ്ടുപോകണം. അതെയോ? പണ്ടങ്ങനെ വെറുകും കൊണ്ടുപോകണം. നല്ല. അതെയാ? ഈ മകൻ അതന്നെ. അതെ, നമ്മള് ഒരു പാത്രത്തില് ഒരു ഗ്ലാസ് അരി, ഒരു നാഴി അരി, അതിനുള്ള ശർക്കര, അതിനുള്ള നെയ്യ്, പിന്നെ കൊതുമ്പ് ഒക്കെ പാത്രത്തിലാക്കിയിട്ട് അത് എത്ര ദൂരം പോണം? 3 കിലോമീറ്റർ ഒക്കെ പോണം. പിന്നെ മകരച്ചൊവ്വ അവിടെ വെക്കും. അവര് വെക്കും. അവര് വെച്ച് കുറെ പേരുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു 5-8 അടുപ്പുണ്ടാവും. അപ്പൊ 8 ആൾക്കൊക്കെ മാക്സിമം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും നേരം നമ്മൾ അമ്പലത്തിൽ നിക്കണം. പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ കൊണ്ടുപോകും. പക്ഷെ വിറക് അങ്ങനെയൊന്നും അടിമക്കാവില്ല. അവിടെ ഇതേമാതിരി ശർക്കര, നാളികേരം എല്ലാം കൊണ്ടുപോകണം. പിന്നെ ചില ഒരമ്പലത്തില് നാളികേരം ഇട്ടിട്ടാവും. നാളികേരം ചെരുകി ഇട്ടിട്ട് നല്ല പായസമാവും. ഞങ്ങളുടെ കാവില്ലേ, കണ്ണമ്പ്ര വേല കഴിക്കണില്ല, അവിടെ അങ്ങനെയാണ് നാളികേര പായസം. പക്ഷെ അതൊരു വേറെ ടേസ്റ്റ്. അതില് നെയ്യിടില്ല, മാത്രം ചെരുകിയിടും. അതന്നെ. അത് ദേവീക്ഷേത്രമാണല്ലോ. ജസ്റ്റ് ഒന്ന് അരിഞ്ഞാ പോരെ? അരിഞ്ഞാ മതി. ഇതാവൊന്നും വേണ്ട, കട്ടയാവൊന്നും വേണ്ട. ഇതിപ്പോ അരിഞ്ഞു കേട്ടോ. ഇത് ഓഫ് ചെയ്യാം അല്ലേ? ഒന്നും കൂടെ ചെറുതായിട്ട് ഒന്നും കൂടെ ആവണം, അത്രേ വേണ്ടു. ഇനി വെള്ളം വറ്റണ്ട. അല്ല, അതങ്ങനെ അതിൽ കൂടെ ആവുമ്പളേ ഒന്നും കൂടെ എല്ലാം കൂടെ യോജിക്കാൻ വേണ്ടിട്ട് നല്ലോണം വറ്റണമെന്നില്ല. വറ്റുവേ, അതാണ്.
ശർക്കര പാര അല്ലേ? ഒന്ന് ഇളക്കിക്കോളും. ഇനി ആ ശർക്കരയിൽ കിടന്നിട്ടേ അരി നല്ലോണം ആവണം. അപ്പോഴാണ് ശരിക്കും അതിന്റെ അതിൽ പിടിക്കും. ശരിക്കും നല്ല ആ ശർക്കരക്ക് ഒരു വേവുണ്ടേ. പറ്റും ചെയ്യും. അതിനാണ് അത്ര വെള്ളം വെക്കുന്നത്. അത് ശരി. ശർക്കരയുടെ ഇതുണ്ടല്ലോ വേവ്. അല്ലല്ലോ ഇത് ശരിക്കും അങ്ങനെ ഇതിന് ശരിക്കും നല്ല മറ്റേ ശർക്കരയില്ലേ ഇങ്ങനെ കറുപ്പ് കളർ അങ്ങനത്തെ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അത് നല്ലതല്ലോ. ഇത് പിന്നെ ഒരു മണം ഉണ്ട് ഇതിന്. ഇതിപ്പോ എല്ലാ പീടികയിലും നല്ല ശർക്കര കിട്ടാനില്ലേ? ശരിക്കും ഓട്ടൂർലിയിലാണ് എല്ലാം. അതിന്റെ ഒരു പ്രത്യേക ഇത് അലുമിനിയം അല്ല ഇതിന്റെ അലിയാണ്. നല്ല വെയിറ്റ് നല്ല വെയിറ്റ്. ഇതിന്റെ ഒന്നും കൂടി വറ്റണ്ടേ? ഒന്ന് വറ്റിയിട്ട് പിന്നെ നെയ്യ് ഒന്ന് വറ്റിയാ മതി. ഇതായാ മതി. അധികം ഇനിയിപ്പോ ഇരുന്നൊന്നും ആവോ? അതെ. ഇനിയിപ്പോ ചൂട് ഈ ഉരുളിയിലിരുന്ന് തന്നെ ഒന്ന് വറ്റും അല്ലേ? നെയ്യ് ഒഴിക്കാം. നെയ്യ് നമുക്ക് ഇഷ്ടത്തിന് ഒഴിക്കാട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാതിരി ഒഴിക്കാറുണ്ട്. ഇതിവിടെ ഉണ്ടാക്കിയ നെയ്യാട്ടോ. അപ്പൊ പിന്നെ ധൈര്യസമയത്ത് അതെ ഇഷ്ടം വരെ എടുക്കാം. അതെ. ഇനി ഒന്ന് ഇരുന്നൊന്നാവും. ഒരു 4 ഏലക്കായേ അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഇട്ടിട്ട് പരിപാടി കഴിഞ്ഞു. വേണ്ടവർ വേണമെങ്കിൽ ഇതില് 4 ഏലം നെയ്യില് മുപ്പിച്ചിടാം. മുന്തിരിങ്ങ ഇടാം. അല്ല ഇല്ല. പിന്നെന്താ മുന്തിരിങ്ങ വേണമെങ്കിൽ. ഇതാണ് ശരിക്കുള്ള നെയ്പായസം. നെയ്യ് പോരെ? മതില്ലേ? മതി. വേണമെങ്കിൽ വെക്കാം. അതായത് നെയ്യല്ല നമ്മൾ ഉണ്ടാക്കിയതാകുമ്പോ പിന്നെ മായമില്ലാത്ത കാരണം മായല്ല കഴിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഏറ്റവും ഇഷ്ടം മാധവനാട്ടോ നെയ്പായസം. ഞാൻ എന്നും അച്ഛമ്മ വന്ന ഒരു 3 പ്രാവശ്യം ഉണ്ടാക്കിക്കല്ലേ. പ്രാവശ്യം അങ്ങനെ സമയം കിട്ടിയില്ല. ഓഫ് ചെയ്യട്ടെ എന്നാ? അതിന്റെ നെയ്പായസം റെഡി. ഇനി ഒന്ന് ഇരുന്നൊന്നേ. അതെ. നമ്മളെ ഊണൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കറക്റ്റ് ഉണ്ടാവും. പായസം ഇപ്പൊ നല്ല കറക്റ്റ് വെള്ളമായിട്ട് തണുത്ത് കറക്റ്റായി. ഇത് പാചകം പിന്നെന്താ നിക്കിക്ക് വേണ്ടാതെ? നിക്ക് ചൂടുണ്ട് കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആദ്യട്ട? എങ്ങനുണ്ട്? നന്നായിട്ടുണ്ടോ? അച്ഛമ്മ ഉണ്ടാക്കിയത് കേട്ടോ, അമ്മമ്മയില്ല. നന്നായിട്ടുണ്ടോ? ചൂടുണ്ടാ? അടിപൊളി. അടിപൊളിയാണോ? അതിന് വലിയ താല്പര്യമില്ല അല്ലേ നെയ്പായസം? അത്ര ഇഷ്ടല്ല. അപ്പൊ എന്താ എല്ലാവരും അഭിപ്രായം പറയാ. എന്താ ഗൃഹനായിക? അതെ, ഗൃഹനായിക കഴിച്ചോക്ക്. അതെ, ജയന്റെ അടുത്ത് നിന്ന് കഴിച്ചോ. അപ്പൊ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തെ പായസം. അപ്പൊ എല്ലാവരും അത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞില്ലേ അല്ലേ? ഇനി ഇത് ഉണ്ടാക്കി അതെ ജയന്റെ അമ്മ സ്പെഷ്യൽ. അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.